എല്ലാവർക്കും സ്വാഗതം. പഠനം എങ്ങനെ കൂടുതൽ മികച്ചതാക്കാം? ചിലർക്ക് മാത്രം എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് കാര്യങ്ങൾ പിടികിട്ടുന്നത്, അല്ലേ? ഇന്ന് നമ്മൾ പഠനത്തിന്റെ വിജയത്തിന് പിന്നിലെ അധികമാരും ശ്രദ്ധിക്കാത്ത ചില പ്രധാന ഘടകങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ശരി, അപ്പോ നമുക്ക് തുടങ്ങാല്ലേ? നമ്മൾ ബുദ്ധിയെപ്പറ്റി പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം ഓടിവരുന്ന ഒരു വാക്കുണ്ടല്ലോ, IQ. അവിടെ നിന്നാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വിശകലനം തുടങ്ങുന്നത്. നമ്മളൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ള കാര്യമാണ്, ഉയർന്ന IQ ആണ് വിജയത്തിന്റെ ഒരേയൊരു താക്കോലെന്ന്. പക്ഷേ ശരിക്കും സംഭവം അത്ര സിമ്പിളാണോ? പഠനത്തിൽ വിജയിക്കാൻ ഇതുമാത്രം മതിയോ? അപ്പോൾ എന്താണ് ഈ IQ എന്ന് പറയുന്നത്? ആൽഫ്രഡ് ബിനെ പോലുള്ളവർ തുടങ്ങമിട്ട ഈ ആശയം ഒരാളുടെ മാനസിക വയസ്സും ശരിക്കുള്ള വയസ്സും തമ്മിലൊരു താരതമ്യം നടത്തി ഒരു സ്കോർ നൽകുന്ന രീതിയാണ്. സത്യം പറഞ്ഞാൽ ബുദ്ധിയെപ്പോലെ വലിയൊരു കാര്യത്തിനെ ഒരു നമ്പറിലേക്ക് ഒതുക്കാനുള്ളൊരു ശ്രമമായിരുന്നത്. പക്ഷേ കഥ അവിടെ തീരുന്നില്ല കേട്ടോ. അപ്പോ IQ മാത്രമല്ലെങ്കിൽ പിന്നെന്താ? ആ ഒരു സംഖ്യയ്ക്കപ്പുറത്തേക്ക് എന്തൊക്കെയുണ്ട്? അവിടെയാണ് കഥ മാറുന്നത്. നമ്മളിനി കാണാൻ പോകുന്നത് ബുദ്ധിയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ തന്നെ മാറ്റുന്ന ചില കാര്യങ്ങളാണ്. ഇവിടെയാണ് ഹോവാർഡ് ഗാർഡ്നർ എന്ന് പറയുന്ന ഒരു അടിപൊളി സൈക്കോളജിസ്റ്റ് വരുന്നത്. അദ്ദേഹം പറഞ്ഞു, ഹേയ് നിൽക്കൂ, ബുദ്ധിയെന്ന് പറയുന്നത് ഒരൊറ്റ കാര്യമല്ല, നമുക്കെല്ലാവർക്കും പല പല തരത്തിലുള്ള കഴിവുകളുണ്ട്. ഈ ഒരൊറ്റ ഐഡിയ IQ എന്ന ആ പഴയ സങ്കല്പത്തിനെ മൊത്തത്തിൽ ചോദ്യം ചെയ്തു. ഇനി ഈ ലിസ്റ്റൊന്ന് നോക്കിക്കേ. സംഭവം കിടുവാണ്. ഭാഷ, കണക്ക്, അതൊക്കെ മാത്രമല്ല, പാട്ടുപാടാനുള്ള കഴിവ്, സ്പോർട്സിൽ തിളങ്ങാനുള്ള കഴിവ്, മറ്റുള്ളവരുടെ മനസ്സറിയാനുള്ള കഴിവ്, എന്തിന് നമ്മളെ തന്നെ മനസ്സിലാക്കാനുള്ള കഴിവ് വരെ, ഇതൊക്കെ ഓരോതരം ബുദ്ധിയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ വലുതാണ് ഈ ലോകം, അല്ലേ? ഈ ചിത്രം കണ്ടില്ലേ? ഇത് നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യം കൃത്യമായി കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ സാധാരണ ബുദ്ധിയെന്ന് പറയുന്ന ആ ഒരു സംഭവം, അത് ഈ വലിയ പസിലിൻ്റെ ഒരു ചെറിയ കഷ്ണം മാത്രമാണ്. പഠനമെന്ന് പറയുന്നത് ഇതിലും എത്രയോ വലുതാണ്, ഒരുപാട് കാര്യങ്ങൾ ചേർന്ന ഒന്നാണ്. അപ്പോ കാര്യം തലച്ചോറിൽ മാത്രം ഒതുങ്ങുന്നില്ല. അറിവ് മാത്രമല്ല പ്രധാനം. നമ്മുടെ ഫീലിംഗ്സ്, അതായത് വികാരങ്ങൾക്കും പഠനത്തിൽ വലിയൊരു റോളുണ്ട്. ഇവിടെയാണ് ഇമോഷണൽ ഇന്റലിജൻസ് അഥവാ EQ വരുന്നത്. സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ സ്വന്തം വികാരങ്ങളെ മനസ്സിലാക്കാനും അതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കാനും നിയന്ത്രിക്കാനുമുള്ള കഴിവ്. നമ്മുടെ ടെൻഷൻ കുറയ്ക്കാൻ, മറ്റുള്ളവരോട് നന്നായി സംസാരിക്കാൻ, അവരുടെ അവസ്ഥ മനസ്സിലാക്കാൻ, ഇതിനെല്ലാം EQ നമ്മളെ സഹായിക്കും. ഇതും പഠനത്തിന്റെ ഒരു സൂപ്പർ പവറാണ്. ഓക്കെ, അപ്പം നമ്മൾ ബുദ്ധി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മാറ്റിമറിച്ചു. ഇനി നമുക്ക് പഠിക്കാൻ ഉപയോഗിക്കുന്ന നമ്മുടെ ബ്രെയിനിലെ ചില ടൂൾസിനെപ്പറ്റി നോക്കിയാലോ? ഓർമ്മയില്ലാതെ എന്ത് പഠനം, അല്ലേ? ഈ ഫ്ലോ ചാർട്ട് ഒന്ന് നോക്കൂ. ഒരു വിവരം എങ്ങനെയാണ് നമ്മുടെ തലച്ചോറിലേക്ക് കയറുന്നത്? ആദ്യം സെൻസറി മെമ്മറി, പിന്നെ കുറച്ചു നേരത്തേക്ക് ഷോർട്ട് ടേം മെമ്മറിയിൽ, അതിനുശേഷം അത് നമ്മുടെ ലോങ് ടേം മെമ്മറിയുടെ ഭാഗമായി മാറുന്നു. ശരിക്കും ഒരു യാത്ര പോലെ തന്നെ. പക്ഷേ പഠിക്കുക എന്ന് പറഞ്ഞാൽ പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കുന്നത് മാത്രമല്ലല്ലോ. പുതിയ ഐഡിയകൾ ഉണ്ടാക്കുന്നതും പഠനത്തിന്റെ ഭാഗമാണ്. അവിടെയാണ് ക്രിയേറ്റിവിറ്റിയുടെ റോള്. അപ്പോൾ എങ്ങനെയാ ഈ പുതിയ ഐഡിയകൾ ഉണ്ടാകുന്നത്? അതിന് രസകരമായ 4 സ്റ്റെപ്പുകളുണ്ട്. ഒന്നാമത്തേത് തയ്യാറെടുപ്പ്. നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് ഒരുപാട് പഠിക്കും. രണ്ടാമത്തേത് ഇൻക്യുബേഷൻ. നമ്മൾ ആ പ്രശ്നമങ്ങ് വിട്ടുകളയും, പക്ഷേ നമ്മുടെ ഉപബോധ മനസ്സ് അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കും. മൂന്നാമത്തേത് ഇല്യൂമിനേഷൻ. യുരേക്ക എന്ന് പറയുന്ന പോലെ പെട്ടെന്നൊരു ഐഡിയ മിന്നും. നാലാമത്തേത് വെരിഫിക്കേഷൻ. കിട്ടിയ ഐഡിയ ശരിയാണോ, വർക്കാകുമോ എന്നൊക്കെ നമ്മൾ പരിശോധിക്കും. ഇനി നമുക്ക് നമ്മുടെ പഠനം എന്ന വണ്ടിയെ മുന്നോട്ടോടിക്കുന്ന ആ എനർജിയെപ്പറ്റി സംസാരിക്കാം. അതായത് നമ്മുടെ മനസ്സിനകത്തുള്ള ചില ഡ്രൈവിംഗ് ഫോഴ്സസ്. എന്തിനാ നമ്മൾ പഠിക്കുന്നത്? ഈ ചോദ്യത്തിന് 2 തരം ഉത്തരമുണ്ട്. ഒന്ന്, ആന്തരിക പ്രചോദനം. അതായത് നമുക്ക് ആ വിഷയം ഭയങ്കര ഇഷ്ടമാണ്, പുതിയ കാര്യങ്ങൾ അറിയാൻ ഒരു ആകാംക്ഷയുണ്ട്, അതുകൊണ്ട് നമ്മൾ പഠിക്കുന്നു. രണ്ടാമത്തത് ബാഹ്യ പ്രചോദനം. മാർക്ക് കിട്ടണം, അല്ലെങ്കിൽ വീട്ടുകാരുടെ വഴക്ക് കേൾക്കാതിരിക്കണം. ഇതിൽ ആദ്യത്തേതാണ്, ഉള്ളിൽ നിന്നുള്ള താൽപ്പര്യമാണ് ശരിക്കുള്ള പഠനത്തിന് നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. ഈ പറയുന്ന കാര്യം നോക്കൂ, ഇത് വളരെ ശരിയാണല്ലേ? നമുക്കിഷ്ടമുള്ളൊരു സിനിമ കാണുന്നതുപോലെയാണ് താൽപ്പര്യമുള്ളൊരു വിഷയം പഠിക്കുന്നത്. അതൊരു ഭാരമായി തോന്നുകയില്ല. താൽപ്പര്യം മാത്രമല്ല കേട്ടോ, നമ്മുടെ ഉള്ളിലൊരു കാലാവസ്ഥ തന്നെയുണ്ട് പഠനത്തിന്. നമ്മുടെ മനോഭാവം, അതായത് ആറ്റിറ്റ്യൂഡ് പോസിറ്റീവാണോ, നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നുണ്ടോ, അതോ പരീക്ഷയെപ്പറ്റിയുള്ള ടെൻഷൻ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? ഇതെല്ലാം നമ്മുടെ പഠനത്തിന്റെ ഗതിയെ തന്നെ മാറ്റാൻ കഴിവുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്തു. ബുദ്ധിയുടെ പല മുഖങ്ങൾ, ഓർമ്മ, ക്രിയേറ്റിവിറ്റി, മോട്ടിവേഷൻ. ഇതെല്ലാം എങ്ങനെ നമ്മുടെ പഠനത്തിൽ ഒരുമിച്ച് കൊണ്ടുവരാം? നിങ്ങളുടെ പഠനരീതിയെ ഒന്ന് പുതിയതായി നോക്കിക്കാണാൻ സമയമായി. അപ്പോൾ വിജയത്തിന്റെ താക്കോലെന്ന് പറയുന്നത് ഒരൊറ്റ കാര്യമല്ല, അത് പല കാര്യങ്ങളുടെ ഒരു മിക്സാണ്. നിങ്ങളുടെ സ്വന്തം കഴിവുകൾ ഏതാണെന്ന് തിരിച്ചറിയുക, നിങ്ങളുടെ ഓർമ്മശക്തിയും ക്രിയേറ്റിവിറ്റിയും പോലുള്ള ടൂൾസ് നന്നായി ഉപയോഗിക്കുക,
പിന്നെ നിങ്ങളുടെ ഉള്ളിലെ മോട്ടിവേഷനും ആറ്റിറ്റ്യൂഡും പോസിറ്റീവായി നിലനിർത്തുക. ഈ മൂന്നും ചേരുമ്പോഴാണ് യഥാർത്ഥ വിജയമുണ്ടാകുന്നത്. ഈ ചർച്ച നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. പക്ഷേ നിങ്ങൾക്കുള്ളൊരു ചോദ്യം ബാക്കി വെച്ചുകൊണ്ട്, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് ഒന്നാലോചിച്ചു നോക്കൂ. എന്തായിരിക്കും നിങ്ങളുടെ യഥാർത്ഥ പഠനശേഷി? നിങ്ങൾക്ക് എന്തൊക്കെ നേടാൻ കഴിയും? ഇതിനെക്കുറിച്ച് തീർച്ചയായും ചിന്തിക്കണം. അടുത്ത തവണ കാണാം.